മുണ്ടത്തിക്കോട് തൃശ്ശൂരിൽ നിന്നുണ്ടായ വെടിക്കെട്ട് അപകടം. തൃശ്ശൂർ പൂരത്തിന് മുന്നോടിയായി, അതും സാമ്പിൾ വെടിക്കെട്ട് 24-ാം തീയതി നടക്കാനിരിക്കുമ്പോൾ അവിടുത്തെ ഒരു പേലോട് ഭയങ്കര കൂടുതലായിരിക്കും. ഇതിൻ്റെ റീസൺ എന്താ എന്നുള്ളത് ഇങ്ങനെ ചിന്തിച്ച് ഒരുപാട് വീഡിയോസൊക്കെ കണ്ടപ്പോൾ ഞാനൊരു സിമിലർ പാറ്റേൺ നോട്ട് ചെയ്തു. അപ്പോൾ അത് നിങ്ങളോട് ഷെയർ ചെയ്യാതെ കിടക്കാൻ തോന്നിയില്ല. അതുകൊണ്ടാണ് ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോ. ഇറ്റ്സ് ജസ്റ്റ് എൻ ഒബ്സർവേഷൻ. ഞാൻ ഫോറൻസിക് പരിപാടികൾ പഠിച്ചതോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിയുന്ന ഒരാളൊന്നുമല്ല. ഇതൊക്കെ പോലീസും ഫോറൻസിക്കൊക്കെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് എന്താണ് ഇതിൻ്റെ റീസൺ, എന്തുകൊണ്ട് ഈ അപകടം നടന്നു എന്നുള്ളതൊക്കെ വരും ദിവസങ്ങൾ പറയുമായിരിക്കും. ബട്ട് മൈ ഒബ്സർവേഷൻ ഈസ്, ഇന്ന് ഈ അപകടം നടന്ന സ്ഥലത്ത് മീഡിയ ഡേ ആയിരുന്നോ എന്നുള്ളതാണ് എൻ്റെ സംശയം. കാരണം ഇന്ന് രാവിലെ മുതൽ ഈ ഒരു പെർട്ടിക്കുലർ ഇവർ പടക്കങ്ങൾ ഉണ്ടാക്കുന്നതും ഇവരിത് മാനുഫാക്ചർ ചെയ്യുന്ന രീതിയും ഇതൊക്കെ കവർ ചെയ്യാൻ ഒരുപാട് ചാനൽസ് ഇന്ന് അവിടെ പോയിട്ടുണ്ട്. 24 പോയിട്ടുണ്ട്, റിപ്പോർട്ടർ പോയിട്ടുണ്ട്, മനോരമ പോയിട്ടുണ്ട്, അങ്ങനെ മെയിൻ സാറ്റലൈറ്റ് ന്യൂസ് ചാനൽസ് എല്ലാം പോയിട്ടുണ്ട്. അതിന് പുറമെ ഒരുപാട് യൂട്യൂബേഴ്സ് പോയിട്ടുണ്ട്, ഒരുപാട് ഇൻസ്റ്റാഗ്രാം പേജിൽ കോണ്ടൻറ്റുകൾ അപ്ലോഡ് ചെയ്യുന്ന ക്രിയേറ്റേഴ്സ് പോയിട്ടുണ്ട്. അങ്ങനെ ആകെ മൊത്തം ഇന്ന് രാവിലെ മുതൽ അവിടെ മീഡിയാസ് ഉണ്ട്. പല ടൈമിലായിട്ട് അവർ പോകുന്നു, ബൈറ്റുകൾ എടുക്കുന്നു, തിരിച്ചു പോരുന്നു. ഇതൊരു ഭയങ്കര സിമിലർ പാറ്റേൺ. ഈ ഒരു അപകടവും 2006 ഇതേപോലൊരു അപകടം അവിടെ സംഭവിച്ചിട്ടുണ്ട്. തൃശ്ശൂർ പൂരത്തിൻ്റെ ഈ പറഞ്ഞ പടക്കങ്ങൾ സൂക്ഷിച്ച സ്ഥലത്ത് 2006. അപ്പോൾ ഇതിലൊരു സിമിലർ പാറ്റേൺ ഞാൻ ശ്രദ്ധിച്ചത് 2006 ആ അപകടം നടന്ന സമയത്തും മനോരമ ചാനൽ അവിടെ ചെന്ന് കാര്യങ്ങൾ കവർ ചെയ്ത് തിരിച്ചു വന്നൊരു മണിക്കൂറിൻ്റെ ഉള്ളിലാണ് അപകടം സംഭവിക്കുന്നത്. ഞാൻ ഇതെൻ്റെ എന്താ പറയുക, ഭയങ്കര വൈൽഡായിട്ടുള്ള ഗസ്സോ ഒബ്സർവേഷനൊക്കെ ആയിരിക്കാം. ഞാൻ ആദ്യമായിട്ട് ഇവിടെ TS സുന്ദർ മേനോൻ, ഓക്കെ, ഇങ്ങേര് തിരുവമ്പാടി ദേവസ്വത്തിൻ്റെ ഫോർമർ പ്രസിഡൻ്റാണ്. ഇദ്ദേഹം ഈ സേഫ്റ്റി മെഷേഴ്സിനെ കുറിച്ച് ഇന്ന് മീഡിയയ്ക്ക് കൊടുത്ത ബൈറ്റിനകത്ത് ഒരു കാര്യം പറയുന്നുണ്ട്. വെടിക്കെട്ടിൻ്റെ എല്ലാ സാധനങ്ങളും ഇവിടെ സൂക്ഷിച്ചിരിക്കും. എല്ലാ സാധനങ്ങളും ഇവിടെ അല്ലാതെ വേറെ എവിടെയും സൂക്ഷിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇവിടെയാണ് എല്ലാം സൂക്ഷിക്കുന്നത്. സാധാരണ ഇങ്ങനെയുള്ള സ്ഥലത്ത് ചെല്ലുമ്പോഴേ നമ്മൾ ചെരുപ്പ് പോലും ഇടാതെ ശ്രദ്ധിക്കാം. ചെരുപ്പ് ഇടാറില്ല. എന്താ കാരണം എന്നറിയോ? നമ്മളെന്തെങ്കിലും ഇട്ടൊരു സ്പാർക്ക് വരികയാണെങ്കിൽ ഇപ്പം മീഡിയക്കാർ, ക്യാമറ, ഇതൊന്നും സാധനം അലോ ചെയ്യാറില്ല നമ്മൾ. അപ്പോൾ ഇതെന്തോ എന്താണ് ഉണ്ടായെന്ന് ഒന്നും പറയാൻ പറ്റില്ല. എന്തോ സംഭവിച്ചു പോയി. ചെരുപ്പ് പോലും ഇടാൻ സമ്മതിക്കില്ല. മീഡിയാസിനെ സാധാരണ അലോ ചെയ്യാറില്ല. എന്തുകൊണ്ടായിരിക്കണം മീഡിയാസിനെ അലോ ചെയ്യാത്തത്? അവിടെ ഇത്രയും കൂടുതൽ പേലോഡുണ്ട്, ഓക്കെ, കരിമരുന്ന്. അതവർ നിറയ്ക്കുന്ന സമയത്ത് ഇതിൻ്റെ സേഫ്റ്റി മെഷേഴ്സ് ഒന്നും ഞാൻ പറയുന്നില്ല. അതൊക്കെ പറയാൻ പോയി കഴിഞ്ഞാൽ ഒരുപാട് പറയാനുണ്ടാവും. ഷോർട്ടായിട്ട് പറയാം. ഇത് ഇവർ ഹാൻഡിൽ ചെയ്യുന്ന രീതിയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികവും ഇങ്ങനെ അന്തരീക്ഷത്തിൽ പാറി നടക്കുന്ന രീതിയിലായിരിക്കും ഈ കരിമരുന്നും വെടിമരുന്നൊക്കെ. നിങ്ങൾ ഈ മീഡിയ എക്യുപ്മെൻറ്റ്സ്, ക്യാമറ, അതിനു വേണ്ടിയുള്ള ലൈറ്റ്, അത് ചാർജ് ചെയ്യാനുള്ള എക്യുപ്മെൻറ്റ്സ്, ഇതെല്ലാം കൂടി കൊണ്ട് ചെന്ന് നിങ്ങളവിടെ ചെല്ലും. ഇത് ഒരു ദിവസം നിങ്ങൾ ആലോചിക്കണം. ഇന്ന് എല്ലാ മെയിൻ സ്ട്രീം ചാനൽസും, ഇന്ന് നിങ്ങൾ മീഡിയ ശ്രദ്ധിച്ചാൽ മതി, മീഡിയക്കാർക്ക്, റിപ്പോർട്ടേഴ്സിനൊക്കെ ഭയങ്കര സങ്കടമാണ്. ഇന്ന് ഈ ഒരു ഇൻസിഡൻറ്റിൽ ഭയങ്കര ഓബിയസ്ലി സങ്കടമുണ്ട്. പക്ഷേ അവർ റിപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ അവർക്കൊരു എക്സ്ട്രാ ഇമോഷണൽ സൈഡ് ഓപ്പൺ അപ്പ് ആയിരുന്നു എല്ലാ ചാനലിലും. വൈ? ബിക്കോസ് എല്ലാ ചാനലും ഇന്നാണ് അവിടെ ആ ഒരു പെർട്ടിക്കുലർ സ്ഥലം പോയി കവർ ചെയ്തത്. അവിടുത്തെ ആളുകളെ അവർ വെറും മണിക്കൂറിൻ്റെ ഗ്യാപ്പിലും മിനിറ്റുകളുടെ ഗ്യാപ്പിലും കണ്ട് തിരിച്ചു വന്ന മീഡിയാസാണ് ഈ അപകടം നടന്നപ്പോൾ അവിടെ ഓടിയെത്തിയത്. ആ അപകടം നടന്ന് ഇമ്മീഡിയറ്റ്ലി മീഡിയ അവിടെ ഉണ്ട്. ഒട്ടുമിക്ക എല്ലാ ചാനൽസും ഉണ്ട്. രാവിലെ നേരത്തെ വന്ന് കവർ ചെയ്ത് പോയവർ മാത്രമാണ് അവിടെ ഇല്ലാത്തത്. ഇനി ഞാൻ സിമിലർ പാറ്റേണിനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ വ്യക്തി പറഞ്ഞത് ശ്രദ്ധിച്ചില്ലോ നിങ്ങൾ? TS സുന്ദർ മേനോൻ മീഡിയനെ പോലും അലോ ചെയ്യാത്തൊരു സ്ഥലത്ത് ഇന്ന് ഒരുപാട് മീഡിയാസ് ഈ പറഞ്ഞ ക്യാമറയും ലൈറ്റും അതും ഇതൊക്കെ ആയിട്ട് കയറി ചെന്നു. ഓക്കെ, ഈ സിമിലർ പാറ്റേൺ എവിടെയാണ് വരുന്നത് എന്നുള്ളത് ഞാനിവിടെ പ്ലേ ചെയ്യുക ഒരു വീഡിയോ എൻ്റെ ടാബിൽ. ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. തൃശ്ശൂർ പൂരത്തിനായുള്ള വെടിക്കെട്ട് പുരയ്ക്ക് തീ പിടിച്ചിട്ടുള്ള അപകടം ഇത് ആദ്യമല്ല തൃശ്ശൂരിൽ സംഭവിക്കുന്നത്.
2006 പാറമേക്കാവ് ദേവസ്വത്തിന്റെ വെടിക്കെട്ട് പുരയ്ക്ക് തീപിടിച്ചു മരിച്ചതെന്ന 7 പേരാണ്. മനോരമ ന്യൂസിന്റെ സംഘം ദൃശ്യങ്ങളൊക്കെ പകർത്തി തിരിച്ചെത്തി 15 മിനിറ്റിന് ശേഷമായിരുന്നു അന്ന് നാട് നടുക്കിയ അപകടമുണ്ടായത്. തൃശൂർ പൂരത്തിന്റെ സാമ്പിൾ വെടിക്കെട്ടിന് തലേനാൾ ആവേശത്തിരയിളക്കത്തിന് മണിക്കൂറുകൾ ശേഷിക്കെയാണ് കാതടപ്പിക്കുന്ന പൊട്ടിത്തെറി. നഗരത്തിൽ നിന്ന് 5 കിലോമീറ്റർ അകലെ പാടൂക്കാട് പാറമേക്കാവ് ദേവസ്വത്തിന്റെ വെടിക്കെട്ട് പുര ഒരു നിമിഷം കൊണ്ട് അഗ്നിക്കിരയായി. 4 കിലോമീറ്റർ അകലെയുള്ള വീടുകളുടെ ജനൽച്ചില്ലുകൾ ഉൾപ്പെടെ സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ തകർന്നു. ശരീരാവശിഷ്ടങ്ങൾ തൊട്ടടുത്ത പറമ്പുകളിലേക്ക് ചിതറിത്തെറിച്ചു. വെടിക്കെട്ടിന് കരാറെടുത്തിരുന്ന വെണ്ണൂർ രാധാകൃഷ്ണൻ ഉൾപ്പെടെ 7 പേരുടെ ജീവൻ അപകടത്തിൽ പൊലിഞ്ഞു. നിരവധി പേർക്ക് പരിക്കേറ്റു. ദുഃഖസാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിലാണ് നാം ഇപ്പോൾ നിൽക്കുന്നത്. നമ്മൾ നാളെ സാമ്പിൾ വെടിക്കെട്ടിന്റെ ഒരുക്കങ്ങൾ എടുക്കാൻ വേണ്ടി ഇന്ന് ഉച്ച കഴിഞ്ഞ് 2 മണിക്ക് പാടൂരാടുള്ള ഈ വെടിക്കെട്ട് നിർമ്മാണശാലയിലേക്ക് പോയിരുന്നു. അപകടം നടക്കുന്നതിന്റെ തൊട്ടു മുൻപ് പകുതിയോളം വെടിക്കെട്ട് സാമഗ്രികൾ സാമ്പിൾ വെടിക്കെട്ട് നടക്കുന്ന തേക്കിൻകാട് ഗോഡൌണിലേക്ക് കടത്തിയതിനാൽ സ്ഫോടനത്തിന്റെ വ്യാപ്തി കുറഞ്ഞു. 2006 സിമിലർ ഇൻസിഡൻറ്റ്. ഓക്കെ, അന്നും മീഡിയ അവിടെ പോയി അവർ തിരിച്ച് വന്നതിന് വിത്തിൻ മിനിറ്റ്സ് ആണ് ഇതുപോലെ ഈ വെടിക്കെട്ട് സാമഗ്രികൾക്ക് തീ പിടിച്ചത്. ഓക്കെ, ഇന്നും ആ സിമിലർ പാറ്റേൺ, അതായത് ഒരുപാട് മീഡിയാസ് ഉണ്ട്, യൂട്യൂബ് ചാനലുകൾ, ഇൻസ്റ്റാഗ്രാം പേജുകൾ, സാറ്റലൈറ്റ് ന്യൂസ് ചാനലുകൾ, എല്ലാവർക്കും ഇന്ന് ആ ദിവസമാണ് കവർ ചെയ്യാൻ കിട്ടിയത്. എനിക്ക് തോന്നുന്നു ഇന്ന് അത് കവർ ചെയ്യാൻ കൊടുത്തതാണോ ദേവസ്വത്തിനോട്, തിരുവമ്പാടി ദേവസ്വത്തിനോട് അങ്ങനത്തെ ഒരു ഡീറ്റെയിലിംഗ് ചോദിച്ചാൽ നന്നായിരിക്കും പോലീസ്. കാരണം ഇന്ന് ഈ ദിവസം മീഡിയാസിന് എൻട്രി അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. കാരണം ഇപ്പോൾ ആരെങ്കിലും ഒരു അട്ടിമറി ശ്രമം, മനസ്സിലായോ? ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അറിയാലോ നമുക്ക്, ഏത് രീതിയിലോ ഏത് ആംഗിളോ വേണമെങ്കിലും ചിന്തിക്കാൻ പറ്റുന്നൊരു സിറ്റുവേഷനാണ്. തൃശ്ശൂർ പൂരം അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണോ എന്നുള്ളതിൽ അന്വേഷണം നടത്താം. അതീവ ചൂടുകൊണ്ട്, ഭയങ്കര ചൂടാണ് ഇപ്പോൾ, നമുക്കറിയാൻ ഒരു എന്താ പറയുക, സഹിക്കാൻ പറ്റില്ല, നമുക്ക് അറിയുന്ന കാര്യമാണ്. ചിലപ്പോൾ അതിൻ്റെ ഒരു പോസിബിലിറ്റി ഉണ്ട്. കാരണം ഏതെങ്കിലും സാഹചര്യത്തിൽ ഒരു ലങ്സ് എഫക്റ്റ് എവിടെയെങ്കിലുമൊക്കെ വന്നിട്ട് കരിമരുന്ന് ഉണക്കാൻ വെച്ചതിലേക്കോ തിരി ഉണക്കാൻ വെച്ചതിലേക്കോ ഒക്കെ ചൂട് കാരണം ഒരു ഇഷ്യൂ സംഭവിക്കാം. ഓക്കെ, അതും തള്ളിക്കളയാൻ പറ്റുന്നൊരു കാര്യമല്ല, സംഭവിക്കാം. അങ്ങനെ സംഭവിച്ചതാണോ എന്നുള്ളതൊന്നും ആ ഒരു ആംഗിളും അന്വേഷിക്കാം. ബട്ട് ഇന്ന് ഈ ഒരു ഇൻസിഡൻറ്റിൽ നിന്ന് രക്ഷപ്പെട്ട് വന്ന ചേട്ടൻ പറയുന്നത് കേട്ടോ. ആൾക്കാർ കൂടെ എത്ര പേര് ജോലി ചെയ്യുന്നുണ്ട്? നിങ്ങളിപ്പോൾ ഉച്ചയ്ക്ക് 40 ചോറാണ് കൊണ്ടുവന്നത്. അതിൽ 38 ചോറ് ചിലവായിട്ടുള്ളൂ. 2 ചോറ് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം 38 പേര് അവിടെ ഉണ്ടായിരുന്നു. അത്ര തന്നെ എനിക്ക് പറയാൻ പറ്റുള്ളൂ. 2 പേര് അവിടെ ഇല്ലായിരുന്നു ആ സമയത്ത്. അവർ ആ സമയത്ത് പോയിണ്ടാവും. 3 മണി 3:30 ആകുമ്പോഴത്തേന് ചായ കുടിക്കല്ലോ. ഈ വലിയ നല്ല ചൂടുണ്ടായിരുന്നോ? ഭയങ്കര വെയിലും ചൂടും ഉണ്ടായിരുന്നോ ഇന്ന്? ഇല്ല, എന്നൊരു മങ്ങിച്ച മാതിരി ഉണ്ടായിരുന്നു. പക്ഷേ ചൂടുകൊണ്ടാവുന്ന ഇത് ജാതി പൊഴുക്കുണ്ടായിരുന്നു കേട്ടോ. ചൂടുകൊണ്ടാണ്. നേരത്തെ ഒന്നും ഇതുപോലെ ചൂടുള്ള ദിവസങ്ങളൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? എന്താ ഞാൻ എന്തൊട്ട് പറയാക്കിയ ഒന്നും പറയാൻ കിട്ടുന്നില്ല. അവിടുന്ന് രക്ഷപ്പെട്ട ചേട്ടനാണ്. മരണസംഖ്യ ഇനി ഉയരാം. കാരണം അവിടെ ജോലി ചെയ്ത ആൾക്കാർ മാത്രമല്ല, സമീപവാസികൾ ഒരുപാട് പേര് ഒക്കെ അവിടെ പോയിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ടൊക്കെ അവിടെ നിന്നതായിട്ടുള്ള അറിവൊക്കെ ഉണ്ട്. ചില ആളുകളൊക്കെ ഇപ്പോഴും സ്റ്റിൽ മിസ്സിംഗ് ആണ്. ഫോൺ പോലും റിങ് ചെയ്തിട്ട് എടുക്കുന്നില്ല. ചിലരുടെ ഫോൺ റിങ് ചെയ്തില്ല. ശരീരഭാഗങ്ങളൊക്കെ ചിഹ്നിച്ചെതറി കിടക്കുന്നതുകൊണ്ട് DNA ടെസ്റ്റ് എടുക്കാതെ ഇതാരാ എന്താണെന്നുള്ളത് അറിയാനും പറ്റില്ല. എന്താണെങ്കിലും ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്തൊരു എനിക്കെന്തോ ഒരു ഈ മീഡിയാസിനെ കൂടുതൽ അലൗ ചെയ്തത് കൊണ്ട് അന്തരീക്ഷത്തിൽ ഇപ്പോൾ ഇവർ ഇരുന്ന് ഇതിങ്ങനെ ഉണ്ടാക്കി കെട്ടിക്കൊണ്ടിരിക്കല്ലേ. എവിടെയെങ്കിലും ഒരു ഫോറൻസിക് റിപ്പോർട്ടുകൾ വരണം, അന്വേഷണം നടക്കണം. എന്തോ എനിക്കിതിൽ ആ ഒരു 2006 ഇതേപോലൊരു മീഡിയ പ്രസൻസിന് ശേഷമാണ് അവിടെ അങ്ങനെ സംഭവിച്ചത്. ഇന്നും ഒരുപാട് മീഡിയാസ് അവിടെ കയറി ചെന്നിട്ട് വിഷ്വൽസ് എടുത്ത് വന്ന് വിത്തിൻ മിനിറ്റ്സ്, വിത്തിൻ സം ഹവർ അവിടെ പൊട്ടിത്തെറി ഉണ്ടാവുന്നു. സംതിങ് ഫിഷി. പോട്ടെ.
പിന്നെ ഈ അപകടത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ, ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഞാനൊരു വീഡിയോ പ്ലേ ചെയ്യാം. ഇന്ന് രക്ഷപ്പെട്ട് വന്നവരൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, കൂടുതൽ പ്രായമായവരാണ്. അവർക്ക് ഓടി രക്ഷപ്പെടാനും വളരെ പാടായിരിക്കും. അതുകൊണ്ടും ഈ ഒരു അപകടത്തിൽപ്പെട്ട് മരിച്ച ആളുകളുടെ എണ്ണം കൂടാൻ. കാരണം പ്രായമായ ആൾക്കാരാണ് അധികം ഉള്ളത്, ഈ പണിയെടുക്കുന്നത് പ്രായമായവരാണ്. സോ അതൊരു ഒരു ആസ്പെക്റ്റാണ്. പിന്നെ ഇത് ഇരിക്കുന്ന ഒരു 2.5 ഏക്കർ സ്ഥലത്താണ്, ഒരുമാതിരി ഐസൊലേറ്റ് ചെയ്തൊരു സ്ഥലമാണ്. അങ്ങോട്ട് ആംബുലൻസ് എത്താനും പാടാ, ഫയർഫോഴ്സ് എത്താനും പാടാ. ചെറിയ വഴിയായിരുന്നു, അതൊക്കെ ഒന്ന് വെട്ടിക്കീറി ഒക്കെയാണ് ഫയർഫോഴ്സും ആംബുലൻസൊക്കെ എത്തിയിട്ടുള്ളത്. അതും വേറൊരു കാര്യം. ഈ നാട്ടിൽ ഇങ്ങനെയാണ്, ഇപ്പോഴും പ്രാചീനമായ രീതിയിലാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൈകാര്യം ചെയ്യേണ്ട പല കാര്യങ്ങളും ഈ രീതിക്കാണ് ഇവിടെ ഹാൻഡിൽ ചെയ്യുന്നത്. ഇനി എത്ര അപകടം നടന്നാലും ഇതൊക്കെ ഇപ്പോഴും കൂടി വയസ്സായിട്ട് പോവാണ്. കരിമരുന്ന്, വെടിക്കോപ്പ്, ഇതൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന രീതിയെ അന്ന് ഇപ്പം ഏതോ കാലത്ത് ആരോ കാണിച്ചു കൊടുത്തതിലായിരിക്കുന്നത് ഇപ്പോഴും. ശരിക്കും ഒരു ഫയർ പാർക്കൊക്കെ ഉണ്ടാക്കി ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ, ഇങ്ങനത്തെ സ്പെഷ്യൽ ഒക്കേഷൻസ് വരുമ്പോൾ എല്ലാ ജില്ലയിലും, ഇപ്പം നമ്മുടെ നാട്ടിൽ എല്ലായിടത്തും അമ്പലത്തിൽ പൂരപ്പറമ്പും വെടിക്കെട്ടും പരിപാടികളും അതൊക്കെ സ്ഥിരമായി നടക്കുന്ന സ്ഥലമാണ് നമ്മൾ. സോ എവറി ഡിസ്ട്രിക്റ്റിൽ ഒരു ഫയർ പാർക്ക് ഉണ്ടാക്കി ആവശ്യമുള്ള സാധനങ്ങൾ അവിടെ വെച്ച് എല്ലാ സേഫ് ആൻഡ് സെക്യൂരിറ്റിയിലും ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു സജ്ജീകരണം ഒരുക്കി കൊടുത്ത് അവിടെ വന്ന് ഉണ്ടാക്കിയിട്ട് അവരെത്തിക്കേണ്ടടുത്ത് എത്തിക്കും. എവിടെ ആരും ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കില്ല. ഡെവലപ്മെൻറ്റ് പറച്ചിൽ മാത്രമല്ലേ, എന്താണ് നമുക്ക് എസെൻഷ്യലായിട്ടുള്ള ഡെവലപ്മെൻറ്റ് ഒന്നും ഇവിടുത്തെ രാഷ്ട്രീയക്കാരെ കൊണ്ട് ചിന്തിക്കാൻ പറ്റാത്തടത്തോളം കാലം ഈ കാര്യങ്ങളൊക്കെ ഇതേപോലെ നടന്നുകൊണ്ടിരിക്കും. അതിൽ കുറേ ആൾക്കാർ ജീവനും പോകും. അപ്പോൾ ഓക്കെ ഗൈസ്, എനിക്കെന്തോ ഈ മീഡിയ പ്രസൻസ് ഭയങ്കര ഫിഷി ആയിട്ട് തോന്നി.